ബർത്ത്ഡേ സമയത്ത് ഒരു സെൽഫ് ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായി ചെയ്യണമെന്ന് കരുതിയ സംഭവമായിരുന്നെങ്കിലും അതിനുള്ള സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വന്നത് ഇപ്പോഴാണ്. ഞാൻ ഈ പറയുന്നത് ഒരു ചായം പൂശലിൻ്റെ കഥയാണ് കേട്ടോ. 3 years ബിഫോർ ആണ് കേട്ടോ ഞാൻ ലാസ്റ്റായിട്ട് ഹെയർ കളർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇച്ചിരി എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ് കേട്ടോ. ഇത്തവണ എനിക്കൊപ്പം സാരഥിയായി എൻ്റെ അനിയത്തിയും കൂടെ ഞങ്ങളുടെ 2 അരുമ പുത്രന്മാരുമാണ് കേട്ടോ ഉള്ളത്. ഇതുപോലുള്ള ഹെയർ സർവീസിനൊക്കെ തന്നെ ഞങ്ങൾ പോവാറ് ട്രിവാൻഡ്രത്തുള്ള ഫെയർ സലൂണിലാണ്. വന്ന പാടെ തന്നെ ഞങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞുങ്ങളെ കൂടി ഞങ്ങളുടെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു കേട്ടോ. അത് ഓക്കെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഒന്ന് സെറ്റായത്. ഞങ്ങൾ വന്നത് ഒരു വീക്ക് ഡേ ആയത് കാരണം തന്നെ പതിവ് പോലെയുള്ള തിരക്കുകളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഒരു തരത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമായിരുന്നു. ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഇവരുടെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ. ശരിക്കും പ്ലാന്റ്സ് കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടെ വരുന്നവർക്ക് ക്രൗഡ് ഫീൽ ആകാണ്ട് വളരെ കാമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന വിധമാണ് ഇവരുടെ സ്പേസ് ഒക്കെ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ടേൺ ആയി കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കോപ്പർ കളറായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു ഹെയർ കട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, കളർ സെലക്ട് ചെയ്യുമ്പോൾ പോലും വളരെ കൂളായിരുന്നു ഞാൻ. പ്രോസസ്സ് തുടങ്ങിയപ്പോൾ തൊട്ട് നല്ല നെർവസ് ആയി കേട്ടോ. ബട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് എൻഡ് റിസൾട്ട് കണ്ടപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ.